ഈ സുധാകരൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിലൊക്കെ പറയാം. ഇന്ന് പറഞ്ഞ ഈ അലിഗേഷൻ 30 ലക്ഷം രൂപ മാസം കിട്ടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്. എൻ്റെ ഹോണറേറിയം ഒരു മാസമുള്ളത് 1 ലക്ഷം രൂപയാണ്. അതിനപ്പുറത്ത് എനിക്ക് ശമ്പളമില്ല. എൻ്റെ പെൻഷൻ അപ്പോൾ അദ്ദേഹത്തിന് 35,000 രൂപ പെൻഷൻ കിട്ടുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് MLA എന്നല്ലേ. ഞാൻ അധ്യാപകനായിരുന്നു 22 വർഷക്കാലം. അതിൻ്റെ പെൻഷൻ എനിക്ക് കിട്ടുന്നതല്ലേ, എനിക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ 9 വർഷക്കാലം MLA ആയിരുന്നു. അതിന് പെൻഷനുണ്ട്, അദ്ദേഹത്തിന് കിട്ടുമ്പോൾ എനിക്കും കിട്ടുന്നുണ്ട്. ഞാൻ MP ആയിരുന്നു 22. ഇതെല്ലാം വെച്ചൊരു പെൻഷനാണ് എനിക്കുള്ളത്. എനിക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം കൂടി വന്നാൽ പോലും എനിക്കൊരു 2.5-2 ലക്ഷം രൂപയുള്ളൂ ഉള്ളത് ഇപ്പോൾ. അതിൽ ചിലവുകൾ, ഒത്തിരി ചിലവുകളുമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ Y ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു യാത്രാ ചിലവ് Y ക്ലാസ് എടുത്ത് പോയാലും ഒരു പ്രാവശ്യം പോയി തിരിച്ചു വരുമ്പോൾ ഏകദേശം 50,000 രൂപ വരുന്നുണ്ട്. കാരണം ചാർജ് കൂടുതൽ. അതാണ് എനിക്ക് വന്നത്. അല്ല, എനിക്ക് 30 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് അദ്ദേഹം ആര് പറഞ്ഞു കൊടുത്തത്? അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അത് തെളിയിച്ചാൽ ഞാനതിന് 25 അങ്ങനെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി വെരിഫൈ ചെയ്യണം. പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ കോൺഗ്രസിനൊപ്പം ആയിരുന്നു, അതിനുശേഷം LDFിനൊപ്പം വരുന്നു, അവർക്കെതിരെ മത്സരിച്ച ആളാണ്. അപ്പം ആ ഒരു അമർഷമാണോ? എനിക്കറിയില്ല. ഞാൻ ഇവരോടെല്ലാം നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്നയാളാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കൊല്ലം സമ്മേളനത്തിന് പോയല്ലോ. അതിന് മുമ്പുള്ള ഏരിയ സമ്മേളനം ഞാൻ CPM മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ആ മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളത് നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. അത് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ എന്നെ ഡൽഹിയിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക അത് പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു. അല്ലാതെ ജോലി കൊടുത്തതല്ല. എന്നെ ഒരു പൊളിറ്റിക്കൽ അസൈൻമെൻറ്റ് അത് യെച്ചൂരിയുള്ളപ്പോൾ, നമ്മുടെ കോടിയേരിയുള്ള സന്ദർഭത്തിൽ, പിണറായി വിജയൻ മുഖ്യമന്ത്രി സന്ദർഭത്തിൽ എടുത്ത് അവരുടെ സംയുക്ത തീരുമാനമാണ്, പൊളിറ്റിക്കലാണ് തീരുമാനം. ഞാനിവിടെ എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും കൃത്യമായി ഗവൺമെൻറ് പറയുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. യാത്രയ്ക്കായി കൂടുതൽ ഈ പറഞ്ഞ പോലുള്ള തുക, അതിൽ യാത്ര എത്ര നടത്തുന്നു എന്ന് പോലും അറിയില്ല എന്നാണ് ഈ സുധാകരൻ പറയുന്നത്. ചിലപ്പോൾ ഡൽഹി പോയി വരാം. അങ്ങനെ അതൊക്കെ അസംപ്ഷനല്ലേ. എല്ലാ ദിവസവും കൊച്ചിയിൽ നിന്ന് പോയി വന്നത് അല്ലല്ലോ ഇതിൻ്റെ അകത്തുള്ളത്. അതേ പറഞ്ഞ എൻ്റെ കണക്കുണ്ടല്ലോ, 23-24 കണക്കെടുത്താൽ എനിക്ക് യാത്ര ചിലവ് 5 ലക്ഷത്തിനടുത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു 50,000 രൂപ എത്തുന്നില്ല. ഇതാണ് എൻ്റെ യാത്ര ചിലവ്. അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ മാസവും 30 ലക്ഷം രൂപ ഒന്നും കിട്ടുന്നില്ല. ആകെ ഇതാണ് വന്നിരിക്കുന്നത്. ഈ യാത്രാ ചിലവ് തന്നെ ഇതാണ് വന്നിരിക്കുന്നത്. ആ യാത്ര ചിലവ് അതും ഇതിൻ്റെ ടിക്കറ്റ് എടുത്ത് തരുന്ന ഉടാപ്പയ്ക്കാണ്, ഗവൺമെൻറ് ഏജൻസിയാണ്. അവർക്ക് ഹെഡിൽ നിന്ന് കൊടുക്കണേ ഉള്ളൂ. ഇപ്പം തന്നെ ഇവിടെ ഒരു പരാതി, ഒരു പത്രങ്ങൾ ഉന്നയിച്ചത് എനിക്ക് 6 ലക്ഷം കൂടി അഡീഷണൽ തരാൻ എൻ്റെ യാത്രയ്ക്ക്. ഇത് നോക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് RC ആണ്. ഞാൻ വിളിച്ചത് എന്താണ് ഇതെന്തിനാണ്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് RCയുടെയും കൂടി യാത്ര. RC ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. നേരത്തെയുള്ള RCമാർ പോയിരുന്നില്ല. ഇദ്ദേഹം ഫുഡ് സെക്രട്ടറി അതുകൂടി വെച്ചുള്ള ഒരു ഹെഡിലാണ് നടക്കുന്നത്. അതാണ് 6 ലക്ഷം കൂടി അഡീഷണൽ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഞാനതിൻ്റെ വിശദീകരണത്തിൽ എനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പ്രതികരണം? നമ്മളെന്താ എല്ലാവർക്കും മനസ്സിലാകുന്ന പ്രതികരണമല്ലേ. അല്ല, അദ്ദേഹത്തിൻ്റെതായ മനസ്സിൽ അദ്ദേഹം പകലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മൈൻഡ് സെറ്റപ്പ് അദ്ദേഹത്തിൻ്റെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു കുറേ കാര്യങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ചില സാഹചര്യം. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ 30 ലക്ഷം കിട്ടുന്നില്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരെണ്ണം തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ 25 കൊടുത്തേക്കാം. ഇങ്ങനെ ഒപ്പത്തിൽ നിന്നിട്ട് ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് അവരെ പറയുന്നവരതിന് പാർട്ടി ഉണ്ടല്ലോ. ഞാനല്ലല്ലോ ഇത്തരം കാര്യം തീരുമാനിക്കുന്നത്. CPMൻ്റെ അകത്ത് ഒരു സ്ട്രക്ചറുള്ള പാർട്ടിയാണ്. ഇപ്പോൾ കോൺഗ്രസ് പോലെയല്ല. കോൺഗ്രസ്സിൽ ആർക്കും എന്തൊക്കെ പറയാം. അതല്ല, ഇത് സ്ട്രക്ചറുള്ള പാർട്ടി. അതിന് മറുപടി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന പാർട്ടിയാണ്. ഞാനല്ലല്ലോ.